പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിൻ്റെ ലൈഫ് ടിപ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരിക്കൽ ഒരു ചക്രവർത്തി സമുദ്രയാത്രയ്ക്കൊരുങ്ങി. കൂടെ ഭൃത്യനെയും കൂട്ടി. അയാൾ അതിനു മുൻപ് വഞ്ചിയിൽ സഞ്ചരിച്ചിരുന്നില്ല. അതിനാൽ യാത്ര ആരംഭിച്ചതോടെ അയാൾ പേടിച്ചു വിറക്കാൻ തുടങ്ങി. ഒപ്പം ഉച്ചത്തിൽ കരയാനും. അയാളെ ആശ്വസിപ്പിക്കാനുള്ള സകല ശ്രമങ്ങളും പരാജയപ്പെട്ടു. അത് ചക്രവർത്തിയെ അത്യധികം അലോസരപ്പെടുത്തി. ഇത് കണ്ടറിഞ്ഞ കൂടെയുണ്ടായിരുന്ന പണ്ഡിതൻ പറഞ്ഞു, "അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ അയാളെ സ്വാന്തനിപ്പിക്കാം." എങ്കിലത് ഏറെ ഉപകാരമായിരുന്നു, ചക്രവർത്തി പ്രതിവചിച്ചു. അപ്പോൾ അലമുറയിട്ടുകൊണ്ടിരുന്ന ഭൃത്യനെ കടലിലേക്കെറിയുവാൻ ആ പണ്ഡിതൻ ആജ്ഞാപിച്ചു. അതനുസരിച്ച് സഹയാത്രികർ അയാളെ സമുദ്രത്തിലിട്ടു. വെള്ളത്തിൽ വീണ ഭൃത്യൻ നന്നേ വിഷമിച്ചു. അപ്പോൾ അയാളെ വഞ്ചിയിൽ കയറ്റാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അതോടെ അയാൾ ഇരു കരങ്ങളും കൊണ്ട് വഞ്ചിയിൽ ആഞ്ഞു പിടിക്കുകയും അതിവേഗം വഞ്ചിയിലേക്ക് വലിഞ്ഞു കയറുകയും ചെയ്തു. ആ നിമിഷം തന്നെ വഞ്ചിയുടെ ഒരു മൂലയിൽ നിശബ്ദനും ശാന്തനുമായി ഇരുപ്പുറപ്പിച്ചു. ഈ സംഭവം ചക്രവർത്തിയെ അത്യധികം അത്ഭുതപ്പെടുത്തി. അയാൾ അതിൻ്റെ കാരണമാരാഞ്ഞു. പണ്ഡിതൻ പറഞ്ഞു, വെള്ളത്തിൽ മുങ്ങിപ്പോയാലുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുമ്പ് വഞ്ചിയിലെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് അയാൾക്കൊട്ടും ബോധമുണ്ടായിരുന്നില്ല. രോഗം ബാധിക്കുവോളം ആരോഗ്യത്തിൻ്റെ മൂല്യം ആരും അറിയുകയില്ല. മനുഷ്യർ രണ്ടു തരമുണ്ട്. ചിലർ കണ്ടറിയുന്നു, മറ്റു ചിലർ കൊണ്ടറിയുന്നു. ഗതകാല ചരിത്രത്തിൽ നിന്നും സമകാലീന സമൂഹത്തിൻ്റെ ഗതിവിഗതികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്നവരാണ് പ്രതിഭാശാലികൾ. പക്വമതികളും അവർ തന്നെ. എന്നാൽ ജീവിതത്തിൻ്റെ രൂപഭാവങ്ങൾ നിർണയിക്കുന്ന അടിസ്ഥാനപരമായ അറിവുകളാർജിക്കാൻ സ്വന്തം ജീവിതാനുഭവങ്ങളെ ആശ്രയിക്കുന്നവരാണ് ഏറെപ്പേരും. അവർ ശരാശരി മനുഷ്യരത്രേ. അതിനും സാധിക്കാത്തവർ നന്നേ നിർഭാഗ്യവാന്മാരും. പണക്കാരുടെ പട്ടുമെത്തകളിൽ പിറന്നു വീഴുകയും പടുകൂറ്റൻ കൊട്ടാരങ്ങളിൽ കളിച്ചു വളരുകയും ചെയ്യുന്നവർക്ക് സമ്പത്തിൻ്റെ വിലയറിയുകയില്ല. അതിനാൽ അവർ ധനം ധൂർത്തടിക്കുന്നു. അതോടെ പ്രാരാബ്ധങ്ങളുടെ പടുകുഴിയിൽ പതിക്കുന്നു. അപ്പോഴാണവർ ധനത്തിൻ്റെ മൂല്യമറിയുക. ആരോഗ്യം അമൂല്യമാണ്. എന്നാൽ ആരോഗ്യാവസ്ഥയിൽ അധിക പേരും അതറിയുകയില്ല. അതിനാൽ അവരത് അനാവശ്യമായും അശ്രദ്ധമായും വിനിയോഗിക്കുന്നു. പിന്നീട് രോഗബാധിതരാകുമ്പോഴാണ് ആരോഗ്യത്തിൻ്റെ വിലയറിയുക. യുവത്വത്തിൻ്റെ അവസ്ഥയും അതുതന്നെ. അതിമഹത്തായ അനുഗ്രഹമത്രേ യുവത്വം. പക്ഷേ വാർദ്ധക്യം വരും മുമ്പേ അതിൻ്റെ മൂല്യമറിയുന്നവർ വളരെ വിരളം. ഇവരൊക്കെയും നന്നെ നിരാശരായിരിക്കും. നഷ്ടസൗഭാഗ്യങ്ങളോർത്ത് ദുഃഖിക്കാൻ വിധിക്കപ്പെട്ടവരും. ദാഹിച്ചു വലഞ്ഞവന് സാധാരണ വെള്ളം പോലും മധുരപാനീയം പോലെ ആസ്വാദ്യകരമായിരിക്കും. വിശന്നു വിവശനായവന് ഏതാഹാരവും ഏറെ രുചിയുള്ളതായി തോന്നും. ക്ഷീണിച്ചു തളർന്നവന് പരുപരുത്ത പാറ പോലും പട്ടുമെത്ത പോലെ പദമുള്ളതായി അനുഭവപ്പെടും. പ്രയാസപൂർണമായ പരിതസ്ഥിതികളെ അഭിമുഖീകരിക്കാത്തവർക്ക് ജീവിത സൗകര്യങ്ങളുടെ സുഖം ആസ്വദിക്കുക സാധ്യമല്ല. സമ്പന്ന സമൂഹത്തിന് ആചരിക്കാൻ അല്പമൊക്കെ ആയാസകരമായ ആരാധനാനുഷ്ഠാനങ്ങൾ മതം നിർബന്ധമാക്കാനുള്ള കാരണങ്ങളിലൊന്നും അതത്രേ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി.